നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാന നിമിഷം കൂടിയാണ് ഇപ്പോ എന്താ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ഇന്ന് രാവിലെ എഴുന്നേറ്റ് തന്നെ നല്ലൊരു വാർത്ത കേട്ടിട്ടാണ്. കാരണം നമ്മൾ പാകിസ്ഥാൻ ഒരു മറുപടി എന്നുള്ള രീതിക്ക് തിരിച്ചടിച്ചു എന്നുള്ള വാർത്ത കേട്ടിട്ടാണ് നമ്മൾ എല്ലാവരും ഇന്ന് സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ എഴുന്നേറ്റത് തന്നെ, അല്ലെ? അപ്പോ അത്രയും നമ്മൾ ഇത്രയും ദിവസം ഒന്ന് എന്താ പറയാ പതുങ്ങിയിരുന്നത്, അല്ലെ? ഒരു ഇത്രയും വലിയൊരു എന്താ പറയാ ഒരു പക ഉള്ളില് വെച്ചിട്ട് എന്ന് വെച്ചാൽ വളരെ പ്ലാനിങ് ആയിരുന്നു എന്നുള്ളതാണ്. ഒരു മാധ്യമങ്ങളാണെങ്കിൽ ആരും വിചാരിക്കാത്ത ഒരു സമയത്ത് ഒരു ആക്രമണം നടത്തുകയും അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നുള്ളതെല്ലാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ഓരോരുത്തരും പല മാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ അവിടെ നടക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പുതിയ നിർദ്ദേശങ്ങൾ എന്നുള്ളതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഇത്. ശരിക്കും നരേന്ദ്രമോദി എന്നുള്ള നമ്മുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, നമുക്ക് ശരിക്കും അഭിമാനിക്കാൻ പറ്റുന്നൊരു സമയമാണ്. എല്ലാ കുറ്റപ്പെടുത്തലുകളും പല രീതിക്കും BJP അത് ഇത് രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞപ്പോഴും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയപ്പോഴും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദി ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നു എന്നൊരു തോന്നലുണ്ട്, അഭിമാനം നമുക്കുണ്ട്. അദ്ദേഹത്തെ പലതരത്തിലുള്ള വിമർശനങ്ങളും അദ്ദേഹത്തെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം ഒരു മറുപടി എന്നുള്ള രീതിയിൽ നമ്മൾ അത്രയും കരുത്താർജിച്ച് നിൽക്കുന്നു എന്നുള്ളത്, അല്ലെ? അദ്ദേഹം നമ്മുടെ സൈന്യത്തിലൂടെ നമ്മൾ ഒരു വിധത്തിലുള്ള ഒരു സൂചനകളും തന്നിട്ടില്ലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാവുമെന്ന് എല്ലാവർക്കും എന്തെങ്കിലും ഒരു പകരം വീട്ടിൽ ഉണ്ടാവും എന്നറിയായിരുന്നു. പക്ഷെ അത് ഏത് രീതിക്ക് എപ്പോ എങ്ങനെ എന്നുള്ള യാതൊരു വിധത്തിലുള്ള സൂചനകളും പുറപ്പെടുത്തിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്നലെ അതൊരു സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി വിദഗ്ധമായ പ്ലാനിങ്ങുകളാണ്, ഇനിയും എന്തൊക്കെയോ വരാനിരിക്കുന്നുണ്ടെന്നുള്ളൊരു രീതിക്ക് തന്നെയാണ് എല്ലാ ഇന്ത്യൻ പൗരന്മാരും ഇരിക്കുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാനികളാണെങ്കിലും ഇപ്പോൾ പറയുന്നത് തിരിച്ചടിക്കുമെന്നുള്ള രീതിക്കാണ്. അപ്പോൾ അവർ തിരിച്ചടിക്കാൻ ഒരുങ്ങി കഴിഞ്ഞു എന്നുള്ള രീതിക്കുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ എന്താ ശരിക്കും പറഞ്ഞാൽ അവർ തിരിച്ചടിക്കും എന്നുള്ളത് കാര്യത്തിൽ നമുക്ക് 100% ഉറപ്പാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് പുലർച്ചെ 2 മണിക്ക് അവരുടെ ഭാഗത്തു നിന്നൊരു ആക്രമണം ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിലും നമ്മളെ ഇന്ത്യയിൽ ആണെങ്കിൽ തന്നെ ഒരു 10ഓളം പേരും മരിച്ചു. പിന്നെ കുട്ടികൾക്കാണെങ്കിലും നിരവധി പേർക്ക് പരിക്കുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ. അതും അതിർത്തിയിലാണ് ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതിർത്തിയിലെല്ലാം നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹോസ്പിറ്റലുകളെല്ലാം സജ്ജമായി ഇരിക്കണം എന്നുള്ള രീതിക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അവർ പിന്നോട്ടല്ല, ഇനി തിരിച്ചടിക്കും. സൈന്യത്തിനെല്ലാം എല്ലാ സ്വാതന്ത്ര്യങ്ങളും കൊടുത്തിരിക്കുകയാണ്. ഏത് വിധത്തിലും നമ്മളെ തകർക്കുക എന്നുള്ള രീതിക്ക്. പക്ഷേ നരേന്ദ്രമോദി അവിടെയും ഭയന്നിട്ടില്ല. നരേന്ദ്രമോദി പറയുന്നത് എന്ത് വന്നാലും അതിനെ നേരിടും, മീൻസ് എന്ത് വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ്. അത്രമാത്രം ഫൈറ്റ് കൂടിയാണ് സൈന്യമാണെങ്കിലും എല്ലാം സജ്ജമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ പെട്ടെന്നൊരു ആക്രമണം വന്നാലും അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ നമ്മൾ മുൻകരുതിയിട്ടാണ് നിൽക്കുന്നത്. ഇനിയും എന്തൊക്കെയോ എന്താ പറയാ അണിയറയിൽ എന്തൊക്കെയോ പ്ലാനുകൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോ നമ്മുടെ പ്രധാനമന്ത്രിയാണെങ്കിൽ രാഷ്ട്രപതിയായിട്ട് കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോ അത്തരത്തിൽ ഇനി എന്തൊക്കെ തീരുമാനങ്ങളാണ് മുമ്പോട്ട് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അത്രയും വലിയൊരു എന്താ പറയുക ഒരു ഒരിക്കലും പറഞ്ഞാൽ പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നേരത്ത് കിട്ടിയ ഒരു അടിയാണ് അവർക്ക്. അതും 9ഓളം സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചാണ് അറ്റാക്ക് നടന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അവിടെ തന്നെ മെയിൻ ആയിട്ട് നമ്മൾ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ 14 കുടുംബം, അതായത് ഭീകരവാദികളിലെ മെയിൻ ആയിട്ടുള്ള ആളുടെ 14 കുടുംബത്തിലെ 14 പേരാണ് മരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അത്രമാത്രം അവരെ എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള തന്നെ നമുക്ക് അതിൻ്റെതായ തിരിച്ചടി ഉണ്ടെന്നുള്ളത് അത് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. അന്ന് പാകിസ്ഥാന്റെ ഒരു ആക്രമണത്തിന് ശേഷം ഒരു 15ാമത്തെ നാളാണ് ഈ പറഞ്ഞ നമ്മുടെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതായത് നമ്മുടെ ഈ ഒരു ഇതിനകത്താണെങ്കിലും നമ്മുടെ ഈ ഓപ്പറേഷന്റെ പേര് തന്നെ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം കൂടിയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോൾ തന്നെ സിന്ദൂരം നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആചാരപരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് സിന്ദൂരം അണിയുക എന്നുള്ളത്. അതും ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരത്തെ മായ്ച്ച ഒരു സാഹചര്യത്തിൽ അതിന് തിരിച്ചടി കൊടുക്കുമ്പോൾ ആ ഒരു എന്താ പറയാ ഒരു സിന്ദൂരം എന്നുള്ളൊരു പേര് അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ആ പേര് കൊടുത്തതിന് ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യം കൂടിയാണ്. അത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് അതിന്റെ ഒരു പേരിട്ടത്. ഇതെല്ലാം ഒരു പ്ലാനിങ് ആയിരുന്നു. പക്ഷെ ഇതൊന്നും ആരും വിളിച്ചു തരില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആയിട്ട് തന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇത്തരത്തിലുള്ള സൂചനകൾ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ മാധ്യമങ്ങളെ സംബന്ധിച്ചുള്ള അവരത് പൊക്കും. പക്ഷെ അതവിടെ നമ്മുടെ പ്ലാനിങ്ങിനെ തന്നെ ബാധിക്കും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ എല്ലാം വളരെ വ്യക്തമായിട്ട് നീക്കങ്ങളായിരുന്നു അവിടെ നടന്നിരുന്നത് എന്നുള്ള കാര്യം അറിയണം.
അപ്പോൾ ഒരുപാട് പേർക്ക് ഇതുമായിട്ട് സംബന്ധിച്ച് ആശങ്കകളുണ്ട്. നമ്മളെ ഏറ്റവും കൂടുതൽ നമുക്ക് സുരക്ഷ നൽകുന്നത് ആർമിക്കാരാണ്. അപ്പോൾ ആ ആർമിക്കാരുടെ കുടുംബം അല്ലെങ്കിൽ അവരൊക്കെ അനുഭവിക്കുന്ന ഒരു വേദന എന്ന് പറയുന്നത് നമുക്കൊന്ന് ഊഹിക്കാൻ പറ്റാവുന്നതിനും അപ്പുറത്തേക്കാണ്. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അവർ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് അതിർത്തികളിലെല്ലാം തന്നെ നിൽക്കുന്നത്. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മളും ചില കാര്യങ്ങൾ തോന്നുന്നു എല്ലാ ഇന്ത്യക്കാർക്കും ഒരേ നെഞ്ചിടിപ്പാണ് ഇപ്പോൾ. കാര്യം അവര് നമ്മുടെ ആൾക്കാരാണ്, സൈന്യം മുഴുവനും നമ്മുടേതാണ്, നമ്മുടെ വീട്ടിലെ അംഗമാണെന്നുള്ള രീതിക്കാണ് നമ്മൾ ഓരോരുത്തരും ഈ പറഞ്ഞ മോക്ക് ഡ്രില്ല് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാം ഒരു വളരെ ഇപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ആയാലും അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഓരോ നിർദ്ദേശങ്ങളും നമ്മളിപ്പോ സൗത്തിലാണ് ആ ഒരു രീതിക്ക് നിസ്സാരമായി തള്ളിക്കളയാതെ എന്ത് പറഞ്ഞാലും അതിൻ്റെതായ ഒരു ജാഗ്രത നമ്മൾ ഉണ്ടാവും. അതായത് എപ്പോൾ വേണേലും എന്ത് സംഭവിക്കാന്നുള്ള രീതിക്ക് തന്നെ എല്ലാ വശത്തും ഉള്ളവർ നിൽക്കുക എന്നുള്ളതാണ് കാര്യം. നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെയാണ്. നമ്മളിപ്പോഴും ആ ഒരു സീരിയസ്നെസ് നമുക്ക് ആർക്കും വന്നിട്ടില്ല. കേരളത്തിലേക്ക് വരാൻ നേരത്ത് അത്രത്തോളം സീരിയസ്നെസ് വരാൻ ചാൻസ് ഇല്ല. നേരെ മറിച്ച് കുറച്ച് നോർത്തിലോട്ടാകുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ കുറച്ചും കൂടെ ഭയം ഉണ്ടാവും. പക്ഷെ എന്നാൽ കൂടി ഇത്തവണത്തെ ഈ ആക്രമണത്തിൽ മലയാളികൾ ഉൾപ്പെടെ എല്ലാവരും ഒരേപോലെ ഭയക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്നാൽ കൂടി കൂടുതലായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ജമ്മു കാശ്മീർ, സിക്കിം, ബംഗ്ലാദേശ്, UP, ബീഹാർ, ബംഗാൾ, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത് ഇങ്ങനെയുള്ള നോർത്ത് ഇന്ത്യൻ മേഖലകളിലൊക്കെയാണ് കൂടുതലും അവർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല 32ഓളം പാകിസ്ഥാനികൾ മരണപ്പെട്ടിട്ടുണ്ടെന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം തിരിച്ചടി ഉറപ്പായിട്ടും ഉണ്ടാവും. ഷെല്ലാക്രമണം പല സ്ഥലത്തും ഉറിയിലും അതുപോലെ തന്നെ സലാമാബാദിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിർത്തികളിലെല്ലാം വളരെ നിയന്ത്രണങ്ങളാണ്. വിമാന സർവീസുകളെല്ലാം റദ്ദാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ജാഗ്രതാപരമായിട്ട് നമ്മളെല്ലാവരും എന്തായാലും ഒരു നമ്മുടെ സുരക്ഷയെ എന്തായാലും ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. കാരണം പാകിസ്ഥാൻ ഏത് നിമിഷം വേണമെങ്കിലും തിരിച്ചടിക്കാം എന്നുള്ളൊരു അണക്കെട്ടുകളും അതുപോലെ തന്നെ എയർപോർട്ടുകളൊക്കെയാണ് കൂടുതലും നമ്മൾ നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 36 മണിക്കൂറോളം വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അണക്കെട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ജാഗ്രത പാലിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കേന്ദ്രമന്ത്രിമാരും മറ്റ് ഇപ്പോൾ പ്രമുഖരായിട്ടുള്ള മറ്റു വ്യക്തികളൊക്കെ തന്നെ ഈ ഒരു ഇതുമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്, ഈ ഒരു ആക്രമണവുമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പൊ നടൻ മോഹൻലാൽ ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞിട്ടാണ് അവരൊക്കെ സോഷ്യൽ മീഡിയയിലാണെങ്കിലൊക്കെ കുറിപ്പുകളിലൂടെ ഒക്കെ പറഞ്ഞിട്ടുള്ള ഓരോ പ്രതികരണവും അങ്ങനെയാണ് വരുന്നത്. നമ്മുടെ കേന്ദ്രമന്ത്രിയും പറഞ്ഞു നമ്മുടെ അഭിമാന നിമിഷമാണിത്, നമ്മുടെ ഇന്ത്യയുടെ മാനം കാത്തു നമ്മുടെ മോദി എന്നുള്ള രീതിക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ രാഹുൽ ഗാന്ധിയും എല്ലാം തന്നെ ഈ ഒരു കാര്യത്തില് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യൻ ആർമിയെ മാത്രം എടുത്ത് രാഹുൽ ഗാന്ധി ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതെ, പക്ഷെ അവിടെ ഒരു രാഷ്ട്രീയ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു സംഭവം നടന്നിരിക്കുമ്പോൾ രാഷ്ട്രീയം അതിൽ കലർത്താനേ പാടില്ലാത്തതാണ്. കാര്യം ഇവിടെ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് പൗരൻ എന്നുള്ള നിലയ്ക്ക്, ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് മാത്രം ചിന്തിക്കുമ്പോൾ അവിടെ പ്രധാനമന്ത്രി എന്നുള്ളൊരു വ്യക്തിയെ മാത്രം എടുത്ത് പറയാതെ ഇന്ത്യൻ ആർമിക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് സംസാരിച്ചു എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അത് വളച്ചൊടിക്കാം. അതെ, പക്ഷെ അതിനുള്ള ഒരു സമയം നമുക്കില്ല. കാര്യം എല്ലാവരും ഇതിന്റെ ഭീതിയിൽ തന്നെ ഇരിക്കുകയാണ്. നമുക്കറിയാം ഇസ്രയേലും ഗാസയും തമ്മിലുള്ള യുദ്ധങ്ങൾ മാത്രം നമ്മൾ കണ്ടുള്ളൂ. പക്ഷെ പണ്ട് നമുക്കറിയാമായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധങ്ങൾ. നമുക്ക് എപ്പോഴും അറിയാം ഇന്ത്യക്കാരുടെ എതിരാളികളാണ് പാകിസ്ഥാൻ എന്നുള്ള രീതിക്ക്. പക്ഷെ അത് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ആ യുദ്ധം അവസാനിച്ചിട്ടില്ല. ആ ചരിത്രം വീണ്ടും വരുന്ന പോലെയാണ് ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളാണെങ്കിൽ ഇപ്പൊ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഗാസയിലൊക്കെ യുദ്ധങ്ങൾ നമുക്ക് വെറും കേട്ടുകഥകളും അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മളും ആ ഒരു സാഹചര്യത്തെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നമ്മൾ നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഓരോ നിമിഷവും നമുക്ക് ഉണ്ടാവുന്ന ഓരോ അനുഭവങ്ങൾ നമുക്കൊക്കെ ഇപ്പൊ ഒരു സംഘടിപ്പ് തുടങ്ങിയിട്ടുണ്ട് അല്ലെ. എന്തായിരിക്കും ഇനിയുള്ള ഒരു നീക്കങ്ങൾ, എങ്ങനെയായിരിക്കും? വളരെ വിദഗ്ധമായ പ്ലാനിംഗ് ആണ്. എവിടെ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. ഇപ്പൊ കേരളത്തിലൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ ചിലപ്പോൾ കേരളത്തിലായിരിക്കും ഇതിന്റെ എന്തെങ്കിലുമായിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരും, നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ നാഥനാണ്. അപ്പോൾ ആ ഒരു ബഹുമാനത്തോടു കൂടി അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയം മറന്ന് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് ഓരോ പൗരന്മാർക്കും വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അവർ പറയുന്ന ഓരോ നിർദ്ദേശങ്ങളും അതുപോലെ പാലിക്കാൻ എല്ലാവരും തയ്യാറാവുക എന്നുള്ളതാണ്. കർശനമായിട്ട് നമ്മൾ ചെറിയ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ എന്തായാലും പാലിച്ചിരിക്കണം. കാരണം അത്രയും വലിയൊരു എന്താ പറയാ നമുക്കൊരു പ്രത്യാഘാതമാണ് വരാൻ പോകുന്നത്. കാരണം പാകിസ്ഥാന് എങ്ങനെയാണ് തിരിച്ചടിക്കുക എന്നുള്ളത് നമുക്ക് യാതൊരു തരത്തിലുള്ള ഊഹവുമില്ല. അപ്പോൾ അതിനെ ചെറുക്കാൻ നമ്മളും നമ്മുടേതായിട്ടുള്ള രീതിയിൽ എല്ലാ സജ്ജീകരണങ്ങളിലെ നമ്മളും കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് അതിനനുസരിച്ച് കേന്ദ്രം നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം പാലിച്ച് തന്നെ മുമ്പോട്ട് പോവുക എന്നുള്ള കാര്യമുണ്ട്. ഒരിക്കലും ഇതൊരു നിസ്സാരമായിട്ട് ആരും എടുക്കാതിരിക്കുക എന്നുള്ള കാര്യം കൂടി നമുക്കിത് ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും.